was it? जब गिन्नी गिर पड़ी എന്തായിരുന്നു? സടക്കിലൂടെ റോഡിലൂടെ രണ്ട് കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടിയുടെ പേരെന്താ? ആൺകുട്ടിയുടെ പേര് മനീഷ്. ഓക്കെ, പെൺകുട്ടിയുടെ പേര് ഗിന്നി. അത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവര് തമ്മിൽ ബെറ്റ് വെച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ബെറ്റ് വെച്ച് സ്കേറ്റ്സിലൂടെ ഓടി മുന്നോട്ട് പോവുകയായിരുന്നു. രണ്ടുപേരും ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? ഗിന്നി മടുത്തു പോയി അല്ലെ? ഓടി ഗിന്നി മടുത്തു കഴിഞ്ഞപ്പോൾ മനീഷിനോട് പറഞ്ഞു, നിൽക്കൂ, കുറച്ച് താമസിച്ചു പോകാൻ, ഞാൻ മടുത്തിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ എന്താ മനുഷ്യൻ പറഞ്ഞ, ഇല്ല, നീ ഓടി വാ, വേഗം വാ, നിന്നെ കൊണ്ട് ഒരിക്കലും ഈ കമ്പ എന്താണ്, ഈ തൂണിൽ വന്ന് ഒരിക്കലും നിനക്ക് തൊടാൻ കഴിയില്ല. അതുകൊണ്ട് അവര് റേസ് വെച്ച് മുന്നോട്ട് ഓടിപ്പോവുകയായിരുന്നു. എന്നാ പിന്നെ അങ്ങനെയാണോ എന്ന് വിചാരിച്ച്, അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇനി എന്താ പറഞ്ഞേ? ഇല്ല, എനിക്കും അവിടെ വന്ന് എത്താൻ പറ്റും, എനിക്ക് ജയിക്കാൻ കഴിയും, എന്നെക്കാട്ടിലും ഫസ്റ്റ് വരാൻ എന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി അല്ലെ? ഓടിപ്പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് എന്താണ്, തട്ടി വീഴാണ് ഉണ്ടായത് അല്ലെ? ഗിന്നി. Do you remember the story? Do you all remember the story? What was it? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അല്ല, എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്താ പഠിച്ചിരുന്നതെന്ന്? യെസ്. എന്താണ്? അങ്ങനെ അവൾ റോഡില് തട്ടി വീഴുകയുണ്ടായി. തട്ടി വീണതിന് ശേഷം എന്താ ഉണ്ടായേ? തട്ടി വീണതിന് ശേഷം അവളുടെ മുട്ടിന്റെ തൊലി പോയപ്പോ എന്താണ്? അവിടെ എല്ലാം ആൾക്കൂട്ടം കൂടി. അവിടെയുള്ള ആളുകളെല്ലാം, അതിൽ നിന്ന് രണ്ട് അങ്കിൾമാർ വന്ന് രണ്ട് ചേട്ടന്മാർ വന്നിട്ട് എന്ത് ചെയ്തു? ഒരാളെ പിടിച്ചു ഉയർത്താൻ വേണ്ടി നോക്കി. എന്താണ്? മറ്റൊരാള് എന്ത് ചെയ്തു? അപ്പൊ ഗിന്നി കരഞ്ഞുകൊണ്ടിരിക്കുക. ഗിന്നി മനീഷ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ, ഗിന്നി വീണത് കൊണ്ട്. അപ്പൊ അടുത്തുനിന്ന് രണ്ടാൾക്കാർ വന്ന് ഗിന്നി എണീപ്പിക്കാൻ നോക്കി. എന്ത് ചെയ്തു? വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ ആ രണ്ടുപേരും എന്ത് പറഞ്ഞു? ഇവര് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എന്ത് പറഞ്ഞു? റോഡിലൂടെ ഇവര് ഓടിക്കളിക്കുകയായിരുന്നു. അന്നേരം തട്ടി വീണതാണ്. ചിലപ്പോ ഗിന്നിയുടെ കാലിൽ എന്തോ ഒടിവോ ചതവോ എല്ലാം വന്നിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കണം. അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു. ഗിന്നിയെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? കാലിന് ചെറിയ പൊട്ടലുണ്ട്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? കാലിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അത്ര ഓർമ്മയുണ്ടോ എല്ലാവർക്കും? If you have, please show me a thumbs up. Yes. Okay, then give pade. ഡോക്ടർ സെ ഘർ ഭേജ് ദിയ. അവിടെ വരെയല്ലേ ഡോക്ടർ സെ ഘർ ഭേജ് ദിയ വരെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തത്? യെസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാൻ കഴിയുന്നില്ലേ? യെസ്. Okay, let's start. Okay. प्लास्टर लगे पैरों को पलंग पर लंबा टिके गिन्नी तकिए के സഹാരെ बैठी हुई थी. എന്താ പറഞ്ഞത്? പ്ലാസ്റ്റർ ലഗേ പേരോമേ. പ്ലാസ്റ്റർ ഇട്ടു എന്ന് വരെ നമ്മൾ പറഞ്ഞു അല്ലെ? ആർക്ക് പ്ലാസ്റ്റർ ഇട്ടു എന്ന് പറഞ്ഞേ? ഗിന്നിക്ക് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ പോയിക്കോ എന്ന് വരെ ആര് പറഞ്ഞു? ഗിന്നിയോട് ഡോക്ടർ പറഞ്ഞു. അപ്പൊ എന്താണ്? പലങ് പർ ലംബേ ടിക്കായ ഗിന്നി. എന്താണ്? കാല് പലങ്ക് എന്ന് വെച്ചാല് പലക എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ്? പലക വെച്ച പോലെ നേരെ കാല് നേരെ എവിടെ വെക്കണമെന്ന് പറഞ്ഞു? പലക വെച്ച് കിട്ടിയ ശേഷം പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്ററിന്റെ താഴെ പലക വെച്ച് നേരെ കിട്ടിയ ശേഷം തക്കിയ എന്ന് പറയുന്നത് പില്ലോയാണ്, തലവണ, പില്ലോ. തക്കിയുടെ മേളില് കാലെടുത്ത് നേരെ വെച്ച് ഇങ്ങനെ ഗിന്നി കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. अब कितने दिन ऐसे बैठना पड़ेगा. എന്താണ്? अब कितने दिन, ഇനി എത്ര ദിവസം ऐसे बैठना पड़ेगा, ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. ഇനി എത്ര ദിവസം ഗിന്നിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. കിतने छुट्टियां लेनी पड़ेगी. എന്താണ്? ഇനി എത്ര അവധി എടുക്കേണ്ടി വരും? എന്താണ് അവധി എടുക്കേണ്ടത്? എവിടുന്ന അവധി എടുക്കേണ്ടത്?
സ്കൂളിൽ നിന്ന്. ഇപ്പൊ നമുക്കൊരു പനിയോ കാല് പൊട്ടോ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ അമ്മമാരും അതേ പറയുന്ന കറക്റ്റ് ഡയലോഗാണ് അല്ലെ. അപ്പൊ നമ്മളെന്താ പറയുന്നത്, ആ നീ വീണ് വന്നിരിക്കുകയാണ്, ഇനി ഇപ്പൊ എത്ര ദിവസത്തെ ക്ലാസ് പോവും, എത്ര ദിവസത്തെ സ്കൂളിൽ പോവും, ഇനി സ്കൂളിൽ പോകാൻ പറ്റുമോ എന്നൊക്കെയല്ലേ നമ്മുടെ അമ്മമാര് നമ്മളോട് ഇങ്ങനെ പറയാ അല്ലെ. അങ്ങനെ പറയൂ അല്ലേ. എത്ര ദിവസത്തെ ക്ലാസ് പോകും, എത്ര ദിവസം സ്കൂളിൽ പോയി, ഇനി എന്ത് ചെയ്യും, പഠിക്കാൻ എങ്ങനെ പോകും എന്നൊക്കെ നമ്മുടെ അമ്മമാരും നമ്മളോട് പറയും. എവിടുന്നെങ്കിലും ഒക്കെ നമ്മൾ വീണിട്ട് വരുമ്പോ നമ്മളോട് അങ്ങനെയാണ് പറയാ അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അമ്മ? പറഞ്ഞിട്ടില്ല. ഓക്കെ. ക്രിസ്റ്റയുടെ ചിരി കണ്ടാ അറിയാലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഓക്കെ ഓക്കെ. പടായക്ക ക്യാ ഹോഗ, അയ്യോ എന്റെ പഠിത്തം, നിന്റെ പഠിത്തം ഇനി എന്താകും, നിന്റെ പഠിത്തം ഇനി എന്താകും എന്നാണ് അമ്മ ചോദിക്കുകയായിരിക്കും. പടായ അവാഹ് സോഷ്യലൊക്കെ എന്താണ് അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ ഗിന്നി ചിന്തിച്ചവൾ ചിന്തിക്കാറുണ്ടോ? ഒരു പനി വരുമ്പോ അയ്യോ ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ, അവിടെ എത്ര ക്ലാസ് എടുത്തിട്ടുണ്ടാവും, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുവോ? പിന്നെ നിങ്ങൾ പറയും അയ്യോ നന്നായി എനിക്ക് നാളെയും പനി വരണേ, അപ്പൊ നാളെ ക്ലാസ്സിൽ പോണ്ടെന്ന് പറയും അല്ലേ നിങ്ങള്. അപ്പൊ നാളെ വീട്ടിൽ ഇരിക്കാൻ, എനിക്ക് ക്ലാസ്സിൽ പോണ്ട, അങ്ങനല്ലേ നിങ്ങൾ പറയാ. എനിക്ക് പനി മാറിയോ, പനി മാറിയിട്ടില്ല അമ്മ, ഇന്ന് പോകുന്നില്ല, നാളെ പോവാം പനി മാറിയിട്ട്, അങ്ങനല്ലേ പറയാ. അപ്പൊ പിന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്, ഇനി എന്ത് ഞാൻ വീണു, എന്റെ ക്ലാസ് പോയി, ഞാൻ എത്ര അവധി എടുക്കേണ്ടി വരും, ഇനി എനിക്ക് പഠിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യും ഇങ്ങനെ ബിന്നി വളരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ പറ്റിയേ, गिन्नी सोचने लगी। मनीष गिन्नी को गुमसुम हुए देख बोला, क्या सोच रही हो गिन्नी? ഗുംസും എന്ന് വെച്ചാല് എന്താണ്, ഭയങ്കര സാഡ് ആയിട്ട്, ഭയങ്കര ദുഃഖിതയായിട്ട്, ദുഃഖിച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ എന്താണ് ഒന്നും മിണ്ടാതെ. ചില സമയത്ത് നമ്മളിങ്ങനെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളോട് ആരും ചോദിക്കും അല്ലെ, നമ്മുടെ അമ്മയോ ചേട്ടനോ അനിയനോ ആരെങ്കിലും ഒക്കെ അവളോട് ചോദിക്കും, അവളോട് ചോദിക്കും എന്ത് പറ്റി നിനക്ക്, നീ എന്തിനാ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്ത് പറ്റി നിനക്ക്. അപ്പൊ അതുപോലെ മനീഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഗിന്നിയെ കണ്ടിട്ട് മനീഷ് ചോദിക്കുവാണ്, എന്ത് പറ്റി നിനക്ക് ഗിന്നി, നീ എന്തിനാ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ച്, നീ എന്താണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് എന്ന് മനീഷ് ചോദിക്കാണ്. കുച്ച് നഹി, ഗിന്നിനെ സർ ഉഠാക്കർ ഉസ്കി ഓർ ദേഖ, എന്താണ് അവ തല ഒണിച്ചിട്ടാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അപ്പൊ ഗിന്നി പറയാണ്, ഇല്ല ഒന്നും പറ്റിയില്ല. അവ തല പെട്ടെന്ന് ഉയർത്തിയിട്ട് പറയാണ്, ഇല്ല മനീഷ് ഒന്നും പറ്റിയില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് തല ഉയർത്തിയിട്ട് മനീഷിനോട് ഗിന്നി പറഞ്ഞു. അരെ തും തോ റോ രഹി ഹോ, അയ്യോ റോ രഹി ഹോ ഗിന്നി, അയ്യോ നീ കരയാണല്ലോ ഗിന്നി, നീ എന്തിനാ കരയുന്നേ, നീ കരഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ അവരെന്താണ് തല കുനിച്ചിരുന്നിട്ട് ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞതായിരിക്കും. എന്റെ ക്ലാസ് പോയി, എന്റെ നോട്ട്സ് പോയി, എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് കഴിയുമ്പോ അന്നേരം പിന്നെ ചോദിക്കാൻ, അയ്യോ നീ എന്തിനാണ് തല കുനിച്ചിരുന്ന്, നീ എന്തിനാണ് കരയുന്നത്. മുട്സെ മുട്സെ ഗുസ്സ ഹോന, നീ എന്നോട്, ഗുസ്സ എന്ന് വെച്ചാൽ ദേഷ്യം, നീ എന്നോട്, തും മുജിസെ, മുജിസെ എന്ന് പറഞ്ഞാൽ എന്നോട്, നീ എന്നോട്, തും എന്നോട്, തും മുജിസെ ഗുസ്സ, ഗുസ്സ എന്ന് വെച്ചാല് ദേഷ്യം, ദേഷ്യം ഹോനാൽ നീ എന്നോട് ദേഷ്യമാണല്ലേ, നീ എന്നോട് ദേഷ്യമാണല്ലേ. മേരാ കാരൻ ഹി തുമി, എന്താണ് ഞാൻ കാരണമാണ് നിനക്ക്, ഞാൻ കാരണമാണ്. അപ്പൊ എന്താ ചോദിക്കുന്നത്, ഇനി തും മുജിസെ ഗുസ്സ ഹോന, നീ എന്നോട് ദേഷ്യമല്ലേ, ഞാൻ കാരണമാണ് എന്ന് പറയുന്നത്, ഞാൻ കാരണമല്ലേ എനിക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നത് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ ഞാൻ കാരണമല്ലേ. മനീഷ് ഉദാസ് സ്വരസെ പോലെ, എന്താണ് ഉദാസ് സ്വരം എന്ന് വെച്ചാല് താഴ്ന്ന സ്വരത്തിൽ സങ്കടപ്പെട്ട്. അപ്പൊ മിന്നി വീണോണ്ട് ആർക്കും സങ്കടമുണ്ട്, മനീഷിനും സങ്കടമുണ്ട്. ആ സങ്കടത്തോട് പറയാണ്, എന്താണ് ഞാൻ കാരണമല്ലേ നിനക്കും വീഴാൻ വന്നത്, നിനക്കും ഈ ഒരു അവസ്ഥ വന്നതെന്ന് സങ്കടപ്പെട്ട് തിരിച്ച് പറയാണ്, നീ എന്നോട് ദേഷ്യത്തിലാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നഹി മനീഷ് തുമാരാ ക്യാ ദോഷ്, ഇല്ല മനീഷ് നിനക്ക്, നീ എന്ത് ചെയ്തിട്ടാ നമ്മൾ ചോദിക്കൂലേ, എന്താ ദോഷം, എന്ത് ദോഷം എന്ന് ചോദിക്കുന്നത്, നീ എന്ത് ചെയ്തിട്ടാ, നീ ഒന്നും ചെയ്തില്ലല്ലോ, എന്ത് തെറ്റ് ചെയ്ത എന്നാണ് ഇവിടെ ദോഷിന്റെ അർത്ഥം. ഓക്കെ, തുമ്ഹാര ക്യാ ദോഷ്, നീ എന്ത് ചെയ്തിട്ടാ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, മുझे ही स्केट पहनकर ऐसे नहीं भागना चाहिए था, എന്താണ് മുझे ही സ്കേറ്റ്സ് പെഹൻകർ, ഞാനാണ് ഇങ്ങനെ സ്കേറ്റ്സ് ധരിച്ചിട്ട്, ഇതുപോലെ സ്കേറ്റ്സ് ധരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഓടാൻ പാടില്ലായിരുന്നു. ഭയങ്കര സ്പീഡിലാണല്ലേ ഓടിയത് ഗിന്നി, ഇനി ഭയങ്കര സ്പീഡിൽ ഓടിയപ്പോഴാണ് തട്ടി വീണത്. അപ്പൊ ഗിന്നി പറയണ, എന്റെയും തെറ്റുണ്ട്, ഞാൻ ഇത്രയും ഇതുപോലെ സ്കേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്നും ഓടാൻ ഞാൻ പാടില്ലായിരുന്നു. ഭാഗ്ന
നെഹി ഭാഗ്ന ചാഹിയെ എന്ന് വെച്ചാല് ഇതുപോലെ ഓടാൻ പാടില്ലായിരുന്നു. ഗിന്നിനെ മുസ്കുരാത്തെ ഹുയെ കഹ. മുസ്കുറാന മീൻസ് സ്മൈല്. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കയ്യിലും തെറ്റുണ്ട്, നിന്റെ തെറ്റ് മാത്രമല്ല, ഞാൻ ഇതുപോലെ സ്കേറ്റ്സ് ധരിച്ചുകൊണ്ട് ഇതുപോലെ ഒന്നും ഓടാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ വീണത്, അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട എന്നാണ് അതിന്റെ മീനിങ്. മേബിത്തോ കിത്തന ബുദ്ധുഹു. ഞാനാണെങ്കിലും എന്തൊരു മണ്ടനാണ്. ബുദ്ധുഹു മണ്ടനാണ്. ബുദ്ധു എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടോ? നിങ്ങളെ ഫ്രണ്ട്സിനെ ബുദ്ധു എന്ന് വിളിക്കാറുണ്ടോ? ബുദ്ധു നീ വാ എന്നൊക്കെ വിളിക്കാറുണ്ടോ? ഉണ്ടോ ഷെഫി? ഇല്ല, നിങ്ങൾ നല്ല കുട്ടികളാ അല്ലെ, അങ്ങനൊന്നും വിളിക്കാറില്ല. അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ ഞാനും എന്തൊരു മണ്ടനാണ്. ബുദ്ധു എന്ന് വെച്ചാൽ ഞാനും എന്തൊരു മണ്ടനാണ്. തുമേ സ്കേറ്റ് സ്റ്റീക്ക് സെ ചലാനി ഭി നഹി ആത്തി. ഇതാണ് നിനക്ക്. തുമേ സ്കേറ്റ് സ്റ്റീക്ക് സെ ടീക്സ് എന്ന് വെച്ചാല് നിനക്ക് സ്കേറ്റ്സ് ശരിക്കും ചലാന ഓടിക്കുവാൻ, അല്ലെങ്കിൽ എന്താണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ, അത് ശരിക്ക് അതില് ഓടിക്കുവാൻ പോലും നിനക്ക് അറിയില്ലല്ലോ. ഓർ മേനെ തുംസെ ഷർത്ത് ലഗാതി. നിനക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് അറിഞ്ഞിട്ടും കൂടെ ഞാൻ നിന്നോട് ഷർത്ത് എന്ന് വെച്ചാൽ ബെറ്റ്, ചാലഞ്ച് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഷർത്ത് കേട്ടോ, ഷർത്ത്, ബെറ്റ്. എന്താണ് മലയാളം, എന്താണ് അതിന്റെ പന്തായോ? ബെറ്റ്. ബെറ്റ് എന്ന് തന്നെ അറിയില്ല എല്ലാവർക്കും? ബെറ്റ് വെക്കുക. ലഗാതി. മനീഷിനെ സിർ ജുക്കാക്കർ കഹ. എന്താണ് സിർ ജുക്കാക്കർ എന്ന് വെച്ചാൽ മനീഷ് തല കുനിച്ചുകൊണ്ട്. സിർ ജുക്കാക്കർ, സിർ തല കുനിച്ചുകൊണ്ട്. ജുക്കാക്കർ മീൻസ് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. സ്കേറ്റ്സ് ചലാനി ആയേ യാ നഹി യേ കോയി ബാത് നഹി. എന്താണ് സ്കേറ്റ്സ് ഓടിക്കാൻ അറിയോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം. സടക് പർ തോ ഖാലി പാവ് ഭി നഹി ഭാഗ്ന ചാഹിയെ. എവിടെയാണ് അവർ ഓടിയിരുന്നത്? സടക്കിലാണ്. സടക്ക് എവിടെയാണ്? സടക്ക് എന്താണ്? വാട്ട് ഈസ് സടക്? സടക് ഈസ് ദേവാഞ്ജന. വാട്ട് ഈസ് സടക്? സടക്. വാട്ട് ഈസ് സടക്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സടക്? റോഡ് അല്ലേ? റോഡിലൂടെ. സടക് മീൻസ് റോഡ്. റോഡിലൂടെ ചെരുപ്പില്ലാതെ പോലും, അതായത് ചെരുപ്പില്ലാതെ പോലും നമ്മൾ ഇങ്ങനൊന്നും ഓടാൻ പാടില്ല. അതായത് വഴിയിലൂടെ റോഡിലൂടെ ഇങ്ങനൊന്നും ഓടാനും പാടില്ല. നമ്മളാണെങ്കിലോ സ്കേറ്റ്സ് കൊണ്ടാണ് ഇതുപോലെ ഓടിപ്പോയത്. അപ്പൊ പറയാണ് ഭാഗ്ന നെഹി ഭാഗ്ന ചാഹിയത. ഖാലി പാവ് എന്ന് വെച്ചാല് ചെരുപ്പില്ലാതെ എന്നാണ് പറയുന്നത്. ഖാലി പാവ്, നങ്ക പേർ എന്നൊക്കെ പറയും, ചെരുപ്പില്ലാതെ. पता नहीं तुम बच्चों को अक्ल कब आएगी. फलों की प्लेट लेकर कमरे में आते हुए गिन्नी की मम्मी ने कहा. पता नहीं तुम बच्चों को अक्ल कब आएगी. पता नहीं അറിയില്ല നിങ്ങൾ കുട്ടികൾക്ക് എപ്പോഴാണ് ബുദ്ധി ഉദിക്കുക. അക്കൽ എന്ന് വെച്ചാല് ബുദ്ധി. അക്കൽ ബുദ്ധി. ബുദ്ധിയുടെ വേറൊരു വേർഷനാണ്, വേറൊരു വേർഡാണ് അക്കൽ. അക്കൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴാ ഇനി ബുദ്ധി ഉദിക്കുക? ഇപ്പൊ നമ്മുടെ അമ്മമാര് നമ്മളോടും പറയാറുണ്ട് അല്ലെ, നിനക്ക് ഇത്രയും വളർന്നിട്ട് ഇതുവരെ ബുദ്ധി ആയില്ലേ, നിനക്ക് അത് ബുദ്ധി വെച്ചില്ലേ എന്ന് നമ്മളോട് ചോദിക്കൂലേ? ചോദിക്കാറുണ്ടോ നിങ്ങളോട്? എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ അമ്മ. ഇത്രയായിട്ട് നിനക്ക് ബുദ്ധി വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അതാണ്. അപ്പൊ അതുപോലെ ദിന്നിയുടെ മമ്മി അവർ രണ്ടുപേരും കുട്ടികളോട് രണ്ടുപേരോടും ഇത്രയും വളർന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധി ഇതുവരെ ആക്കാനായില്ലേ, അല്ലെങ്കിൽ അക്കൽ നീ ആയി എന്നൊക്കെ ചോദിച്ചത്. എന്താണ് അക്കൽ കബായി, ഇനി എപ്പോഴാ നിങ്ങൾക്ക് ഇനി ബുദ്ധി ഉദിക്കുക അല്ലെങ്കിൽ ബുദ്ധി വരിക? ഫലോങ്കെ പ്ലേറ്റ്. ഫലോങ്കെ പ്ലേറ്റ് എന്ന് പറഞ്ഞാല് പ്ലേറ്റ് നിറച്ച് ഫൽ. വാട്ട് ഈസ് ഫൽ? എന്താ ഫൽ? ഫ്രൂട്ട്സ് വെച്ച പ്ലേറ്റുമായിട്ട് കമറയ്ക്ക് അന്തർ എന്ന് വെച്ചാല് ബെഡ്റൂമിനുള്ളില് ആരാണ് ഫല്ലിന്റെ, അതായത് ബെഡ്റൂമിന്റെ ഉള്ളില് പ്ലേറ്റിൽ എന്താണ് ഫ്രൂട്ട്സുമായിട്ട് ഗിന്നിയുടെ അമ്മ കടന്ന് വരികയാണ്. മനീഷ് കാ ചെഹറ ശരം സെ ഝുക് ഗയ. എന്താണ് മനീഷ് കാ ചെഹറ? മനീഷിന്റെ ചെഹറ എന്ന് വെച്ചാൽ ഫേസ്. ചെഹറ ഫേസ്. മനീഷിന്റെ മുഖം.
മനുഷ്യന്റെ മുഖം എന്ത് ചെയ്തു? ശരം സെ ജുക്ക്. എന്താണ് ശരം എന്ന് വെച്ചാൽ നാണം കൊണ്ട്, നാണം എന്നാണ് ശരം എന്ന് വെച്ചാല്. വേറൊരു ശരം എന്ന് വെച്ചാല് എന്താണ്, നമ്മൾ ചെയ്തിട്ട് മോശമായി പോയി എന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ എന്തായാലും പറയാ, പശ്ചാത്താപോ. അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവോ എനിക്കറിയില്ല. എന്താണ്, ഞാൻ ചെയ്തല്ലോ എന്നുള്ള കുറ്റബോധം. ഓക്കെ, കുറ്റബോധം കൊണ്ട് എന്താണ് അവന്റെ തല താന്ന് പോയി. ആരുടെ തല താന്ന് പോയി? മനീഷിന്റെ തല. അമ്മ കടന്നു വന്നപ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ആരോട്? ഗിന്നിയോട് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ട് മനീഷിന്റെ തല താഴ്ന്നിങ്ങനെ ഇരിക്കുകയാണ്. ആന്റി മുझसे गलती हो गई. ആന്റി, ഗൾത്തി മീൻസ് എന്നെ തെറ്റ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആന്റി ഗൾത്തി മീൻസ് തെറ്റ്. ഓക്കെ, ആന്റി മുझसे गलती हो गई എന്താണ്, എന്നിൽ എന്താണ് തെറ്റ് സംഭവിച്ചു പോയി, എന്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയി. मैंने ही खंबे छूने की होड़ लगाई थी. എന്താണ്, ഞാനാണ് ഖമ്പ എന്താ, പോസ്റ്റ് തൊട്ടിട്ട് വരാമെന്ന് ശാഠ്യം പിടിച്ചത്, അതായത് വാശി പിടിച്ചത് ആരാണ്? ഞാനാണ്. ഹോട്ട് എന്ന് വെച്ചാല് വാശി, അല്ലെങ്കിൽ എന്താ, ശാഠ്യം പിടിക്കുക, വാശി പിടിക്കുക. എന്താണ്, അത് തൊട്ടിട്ട് വരാമെന്ന് നിർബന്ധം പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഞാനാണ് അവളോട് പറഞ്ഞത് എന്താണ്, അവിടെ പോയി പോസ്റ്റ് തൊട്ടിട്ട് വരാമെന്ന് ഞാനാണ് അവളോട്, ഗിനിയോട് പറഞ്ഞത്. തും ഭി മനീഷ് കവി സുധരോगे नहीं. എന്താണ്, തും ഭി മനീഷ് കവി സുധരോगे नहीं. उसकी तो ഉസേ ഭി ബിഗാഡ് ദിയ. എന്താണ്, തും ഭി മനീഷ്, നീ ആ മനീഷ് എന്താണ്, നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അവളെയും നീ ചീത്തയാക്കി. അപ്പൊ എന്താണ്, അവള് മനീഷിന്റെ അമ്മ, സോറി ഗിന്നിയുടെ അമ്മ ആരെ കുറ്റപ്പെടുത്തുകയാണ്? മനീഷിനെ കുറ്റപ്പെടുത്തി പറയാണ്. എന്താണ്, നീയോ ഇങ്ങനെയായി, ഇനി ഇവളെ കൂടെ ഇങ്ങനെയാക്കി എന്നൊക്കെ പറയാനൊക്കെ കേട്ടിട്ടില്ലേ? നീയോ നന്നായില്ല, ഇവനെ കൂടെ നശിപ്പിക്കരുതെന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ഗിന്നിയുടെ അമ്മ മനീഷിനോട് പറയാണ്, നീയോ നന്നായില്ല, ഇവളെ കൂടെ നന്നാക്കരുത് എന്ന് മനീഷിന്റെ അമ്മ, സോറി ഗിന്നിയുടെ അമ്മ മനീഷിനോട് പറയാണ്. ഓക്കെ, भैंस जैसे लंबे हो गए हो पर अकल रत्ती भरनी आई. എന്താണ്, പോത്തിനെ പോലെ നീ വളർന്നിട്ടില്ലേ എന്ന് ചോദിക്കില്ലേ? പോത്തിനെ പോലെ നീ വളർന്നു, എന്നിട്ടും എന്ത് പറ്റി? പോത്തിനെ പോലെ വളർന്നിട്ടും ഇതുവരെ എന്താണ്, ബുദ്ധി വന്നില്ല എന്ന് മനീഷിനോട് ആര് പറയാണ്? ഗിന്നിയുടെ അമ്മ പറയാണ്. നീ പോത്തിനെ പോലെ വളർന്നിട്ടും നിനക്ക് ഇതുവരെ ബുദ്ധി, അതാണ് ഭേസ് ജേസ. ഭേസ് ജേസ പോത്തിനെ പോലെ, ലംബെ പോത്തിനെ പോലെ വലുതായി, അല്ലെങ്കിൽ ഉയർന്നു വലുതായി, പോകയോ പർ, പക്ഷെ ഇതുവരെ അക്കൽ രത്തി ഭർണീയ, ഒരു തുണ്ട്, രത്തി മീൻസ് തുണ്ട്, ഒരു തുണ്ട് ബുദ്ധി പോലും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് കവിനയായി. മാക്ക ദേർ സേ ദബാ ഗുസ്സ ബഹാർ പഠിക്കുക. എന്താണ്, ഒരുപാട് നേരത്തെ അമ്മയുടെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ആ സമയം എന്താണ്, കുട്ടി തെറിച്ച് പുറത്തു വന്ന എന്താണ്, ആരോടും മനീഷിനോട് ദേഷ്യപ്പെട്ട് തുടങ്ങി. പഠിക്കുക മീൻസ് ഫൂട്ടാന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുക. അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യം മനീഷിന്റെ മേളില് പൊട്ടിത്തെറിച്ചു. മനീഷ് കാ ചെഹ്റ ഓർ ബി ചുക്ക ഹോഗയ. എന്താണ്, ചുക്കയ എന്താണ്, ഒന്നുകൂടെ മനീഷിന് എന്താ ചെയ്തു, ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഇത്രയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ മനീഷിന്റെ കണ്ണുകൾ എന്താണ്, മുഖത്ത് നിന്ന് സങ്കടം വന്നിട്ടാണ് തല അങ്ങ് നേരത്തേനെക്കാട്ടിലും ഇങ്ങനെ അങ്ങ് താന്നുപോയി. അപ്പൊ പ്രത്യേകമായി. ഓക്കെ, ഉസ്കി ആംഖോं से टप टप आंसू गिर पड़े. എന്താണ്, അവന്റെ കണ്ണുകളിലൂടെ എന്ത് വന്നു? കണ്ണുകളിലൂടെ ടപ്പ് ടപ്പേ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ടപ്പ് ടപ്പേ എന്ന് പറഞ്ഞ് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി സങ്കടം കൊണ്ട്. മാ ഉസേ മത് ഡാട്ടോ, जाती तो मैं भी हूं ना, वह मुझे जबरदस्ती कंधे पर उठाकर तो नहीं ले जाता, गिन्नी ने कहा. അവ ഗിന്നി പറഞ്ഞു, മാ ഉസേ മത് ഡാട്ടോ, അമ്മേ അവനോട് ദേഷ്യപ്പെടല്ലേ, അല്ലെങ്കിൽ അവനെ വഴക്ക് പറ. ദാട്ന മീൻസ് അവനെ വഴക്ക് പറയല്ലേ. മാ ഗിന്നി പറഞ്ഞു, മാ ഉസേ മത് ഡാട്ടോ, അമ്മേ അവനെ ദേഷ്യപ്പെടല്ലേ, അവനോട് ദേഷ്യപ്പെടല്ലേ, അല്ലെങ്കിൽ അവനെ വഴക്ക് പറയല്ലേ, അവനെ വഴക്ക് പറയല്ലേ. ജാതി തോ മേ ഭി ഹൂന, ഞാനും പോകാറില്ലേ, അവന്റെ മാത്രം കുറ്റമല്ലല്ലോ.
वह मुझे जबरदस्ती कंधे पर उठाकर तो नहीं ले जाता. जबरदस्ती मीൻസ് ഇങ്ങനെ വലിച്ചിഴച്ചോണ്ട് പോകുന്നൊന്നും അല്ലാലോ എന്ന് പറയുന്ന പോലെ. എന്താണ് നിർബന്ധിച്ച് നിർബന്ധിച്ച് അവൻ എന്നെ നിർബന്ധിച്ച് അവന്റെ തോളിൽ ഏറ്റിക്കൊണ്ടൊന്നും അല്ലല്ലോ പോകാറ് എന്ന് ഗിന്നി ആരോട് ചോദിച്ചു? ജബർദസ്തി മീൻസ് നിർബന്ധിച്ച്. നിർബന്ധിച്ച് കന്ധ ഷോൾഡർ. കന്ധ മീൻസ് ഷോൾഡർ. पर ഉഠാക്കർ എടുത്തുകൊണ്ട് തോ നെഹി ലേ ജാത. എന്താണ് ഞാൻ മാ അവനെ വഴക്ക് പറയണ്ട, ഞാനും പോകാറില്ലേ, അവൻ എന്നെ എന്താണ് എന്താ പറഞ്ഞ എന്നെ നിർബന്ധിച്ച് ഷോൾഡറിലൊന്നും എടുത്തുകൊണ്ടൊന്നും അല്ലല്ലോ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ആര് പറഞ്ഞു? ഗിന്നി പറഞ്ഞു. ഹാ ഹാ ജാതി തോ തും ഹി ഹോ ഹോഗോ അപ്നി കർണി. എന്താണ് അതെ അതെ നീ തന്നെയാ പോകുന്നത്, അത് തന്നെ, അതുകൊണ്ട് നീ ഇപ്പൊ സഹിച്ചോ, നീ ചെയ്തതിന് പരമായിട്ട് നീ ഇപ്പൊ സഹിച്ചോ എന്ന് അമ്മ പറയാണ്. പടായി കാ ഹർസ് ഹോ ഗൈ. ഹർസ് ഹോഗാ സോ അലഗ്. എന്താണ് പഠിത്തം പോയതോ അത് വേറെ. ഇപ്പൊ എന്താണ് അമ്മ പറയുന്നത്? ഇപ്പൊ കാലവും പോയി പഠിത്തവും പോയി, എല്ലാം എന്താണ് നീ ചെയ്തത് തന്നെ. അതന്നെ ഇപ്പൊ നീ എന്താ ചെയ്തേ? നീ ചെയ്തത് ഇപ്പൊ നീ തന്നെ നോയിക്കോ, അല്ലെങ്കിൽ നീ തന്നെ സഹിച്ചോ എന്നാണ് അമ്മ പറയാണ്. ഖുദ് ഈ സ്കൂൾ ജായേഗ. എന്താണ് ഇവൻ എന്തായാലും താൻ എന്തായാലും സ്കൂളിൽ പോകും. ഖുദ് വഹ് സ്കൂൾ ജായേഗ. താൻ എന്തായാലും, അല്ലെങ്കിൽ ഇവൻ എന്തായാലും സ്കൂളിൽ പോകും. ഓർ തൂ നീയോ? മാ പേർ പട്കാത്തി ഹുയി റസോയ് മേ ചലി ഗയി. ഇപ്പൊ പട്കായി തന്നെ ചാടി കടിച്ചു പോവാന്നൊക്കെ പറയില്ലേ, അവ ചാടി പിടിച്ച് തട്ടി പറിച്ച് ചാടി പിടിച്ച് പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഓക്കെ, പട്കാത്തി പോയി വരച്ച് പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ. ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് ചാടി പിടിച്ച് എവിടെ പോയി? റസോയി മീൻസ് കിച്ചൺ. റസോയി കിച്ചണിലേക്ക് ഓടിച്ചാടി ഒന്ന് പോയി ദേഷ്യം കൊണ്ട്. ബെച്ചാര മനീഷ്. ബെച്ചാര മനീഷ് ഓക്കെ. ബെച്ചാര മനീഷ് സിസക്കിനെ ലഗ. എന്താണ് ഭയങ്കരമായിട്ട് സങ്കടം കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിപ്പോയി. എന്താ സങ്കടം വന്നത് കൊണ്ട് തന്നെ എന്താ പതുക്കെ കരയാനും സങ്കടപ്പെടാനും അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ആ ഒരു അവസ്ഥയിൽ എത്തി. മേ ബി ഇത്തനെ ദിൻ സ്കൂൾ നെഹി ജാവുക. എന്താണ് മനീഷ് അന്നേരം പറയാണ്, മേ ബി ഇത്തനെ ദിൻ സ്കൂൾ നെഹി ജാവുക. എന്താണ് ഞാനും ഇത്തനെ ദിൻ സ്കൂൾ നെഹി ജാവുക. എന്താണ് ഇത്രയും ദിവസം ഞാനും സ്കൂളിൽ പോകില്ല. അപ്പൊ നീ ഇങ്ങനെ കിടക്കുമ്പോൾ നീ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനും ഒരിക്കലും സ്കൂളിൽ പോകില്ല. മേ ബി അപ്പനെ പടായി ഖരാബ് കറുക. എന്താണ് ഞാനും എന്റെ പടായി മീൻസ് എന്റെ പഠിത്തം, ഞാനും എന്റെ പഠിത്തം ചീത്തയാക്കും. നിനക്ക് പഠിത്തം പോയതുപോലെ തന്നെ ഞാനും എന്റെ പഠിത്തം കളയും. വഹ് ബോല. അവൻ പറഞ്ഞു. ഗിന്നിക്കോ ഹസി ആകെ. ഗിന്നി എന്താണ് ഇത് കേട്ടപ്പോ എന്താണ് ഗിന്നി ചിരിച്ചുപോയി. ഹസി ആകെ എന്ന് വെച്ചാൽ ചിരിക്കുക. ഗിന്നിക്കോ ഹസി ആകൈ. ഗിന്നിക്ക് എന്താണ് ചിരി വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിന്നിക്ക് ചിരി വന്നു. ഹസി ആകൈ. മനീഷ് കാ ഹാത്ത് പക്കഡ്കർ ഉസ്നെ ഉസെ പാസ് ബിട്ടായ. എന്താണ് മനീഷിന്റെ കൈ പിടിച്ച് മനീഷിനെ എന്ത് ചെയ്തു? കൈ പിടിച്ചിട്ട് ഗിന്നിയുടെ അടുത്തേക്ക് വലിച്ച് ഇരുത്തിച്ചു. പാസ് ബിട്ട പക്കടുക്ക എന്ന് വെച്ചാൽ പിടിച്ച്, കൈ പിടിച്ച്. ഹാത്ത് പക്കടുക്കുന്ന മീൻസ് കൈ പിടിക്കുക. ഉസെ പാസ് ബിട്ടായ. അവളുടെ അടുത്ത് മനീഷിനെ ഇരുത്തിച്ചു. തും സ്കൂൾ ജാവോഗെ മനീഷ്. നീ എന്ത് ചെയ്യും? തും സ്കൂൾ ജാവോഗെ മനീഷ്. നീ എന്ന് സ്കൂളിൽ പോകും മനീഷ്. തും പഠോഗെ ഓർ റോസ് യഹാ ഭി ആവോഗെ. നീ എന്താണ് നീ പഠിക്കുകയും ചെയ്യും, നീ എന്നും എന്റെ വീട്ടിൽ, അതായത് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. ഗിന്നി എന്താ പറയുന്നേ? നീ സ്കൂളിൽ പോകും, നീ പഠിക്കുകയും ചെയ്യും, നീ എന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യും. മുझसे होमवर्क भी करवाओगे तथा रोज का पाठ भी സംജാവുകെ. എന്താണ് നീ ടീച്ചേഴ്സ് തരുന്ന ഹോംവർക്കും നമ്മൾ ഇവിടെ വന്ന് ചെയ്യും. അത് മാത്രമല്ല ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത് അതെല്ലാം നീ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യും. സംജാന മീൻസ് മനസ്സിലാക്കി തരും എന്ന് വെച്ചാൽ ക്ലാസ്സിൽ നടന്ന എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ലെസൺസും എനിക്ക് നീ പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി തരും എന്നാണ് ഗിന്നി മനീഷിനോട് പറയുന്നത്. ഓക്കെ.
ഇത്തനെ മേ ഗിന്നി കെ പിത കമറേ മേ ആ ഗയേ. ഈ സമയം കൊണ്ട് ഇവരിതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം കൊണ്ട്, ഇത്തനേമേ എന്ന് പറഞ്ഞാൽ ഈ സമയം കൊണ്ട്, ഇത്തനേമേ ഗിന്നി കെ പിത, ഗിന്നിയുടെ ഫാദർ കമറേ മേ ആ ഗയേ, ഗിന്നിയുടെ അച്ഛൻ ആ റൂമിലേക്ക്, ആ ഒരു ബെഡ്റൂമിലേക്ക് വന്നു. കമറ മീൻസ് റൂം, ബെഡ്റൂം, ബെഡ്റൂമേ ആ ഗയേ. അപ്പം അച്ഛൻ പറയാണ് ബിൽക്കുൽ ടീക്ക്, ഉൻ ഹോമിനെ കമറേമേ ആത്തെ ഹുവേ കഹ, എന്നാണ് കയറി വരുന്നത്, ബെഡ്റൂമിൽ കയറി വരുന്നതുകൊണ്ട് വന്നുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു ബിൽക്കുൽ ടീക്ക്, എന്താണ് വളരെ ശരിയാണ്, വളരെ ശരിയാണ് ഗിന്നി പറഞ്ഞത്, വളരെ ശരിയാണ്. ആ പാപ്പ, താങ്കളോ അച്ഛാ. ഗിന്നി റോനയിലേക്ക്, എന്താണ് അത് അച്ഛനെ കണ്ടപ്പോ എന്താണ് ഗിന്നി കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പറഞ്ഞ ആ പാപ്പ, താങ്കളോ പാപ്പ, തുമാരി മമ്മീനെ മുझे सब कुछ बता दिया है, തുമ്ഹാരി മമ്മി, നിന്റെ അമ്മ എനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സബ് കുച്ച് ബതാ ദിയാ ഹെ, നിന്റെ അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. സബ് കുച്ച് ബതാ ദിയാ. ഗിന്നി കെ പിതാ ബോലെ, ഗിന്നിയുടെ ഫാദർ പറഞ്ഞു. തബി ഗിന്നി കി മാ ചായക്ക് ട്രേ ലേക്കർ അന്തർ ആ ഗയി, ഗിന്നിയുടെ അമ്മ ചായയുടെ ട്രേ എടുത്തോണ്ട് അകത്തേക്ക്, ലേക്കർ അന്തർ ആ ഗയി. ഗിന്നി തബി, തബി എന്ന് വെച്ചാൽ അന്നേരം തന്നെ, ഗിന്നിയുടെ അമ്മ മാ ചായയുടെ ട്രേ എടുത്തോണ്ട് റൂമിനകത്തേക്ക് വന്നു. മനീഷ് ചുപ്താ ഹുവ ഉഠ് ഖടാ ഹുവ, എന്താണ് ഇങ്ങനെ നമ്മള് മനീഷും മമ്മി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയതായിരുന്നു അല്ലെ. മനീഷിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഗിന്നിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പൊ ആന്റിയെ കണ്ടപ്പോഴേ, അതായത് ഗിന്നിയുടെ മമ്മിയെ കണ്ടപ്പോഴേക്കും മനീഷ് ചെറുതായിട്ടൊന്ന് പേടിച്ച് ഒരു എന്താണ് സങ്കടപ്പെട്ടിട്ടൊക്കെ പതിയെ എന്ത് ചെയ്തു, ഒളിക്കാൻ തുടങ്ങി. ചുപ്പന്ന മീൻസ് ഒളിക്കാൻ തുടങ്ങി, ഒളിച്ചൊളിച്ച് നിൽക്കുന്ന രീതിയിൽ ആയി. അപ്പോ മനീഷ് ചുപ്താ ഹുവ ഖടാ ഹുവ, ജാതാ ഹു അങ്കിൾ. മനീഷ് പറയാണ് അങ്കിൾ ഞാൻ പോവുകയാണ്, പോകുന്നു അങ്കിൾ. ജാതാഹു അങ്കിൾ എന്ന് വെച്ചാല് പോകുന്നു അങ്കിൾ. മാ പരേശാൻ ഹോ രഹി ഹോഗി, എന്താണ് അമ്മ എന്താണ് അമ്മ പരേശാൻ മീൻസ് പ്രോബ്ലം, പരേശാൻ കറക്റ്റ് അർത്ഥം പ്രോബ്ലം, എന്താണ് അമ്മ കാത്തിരിക്കുകയായിരിക്കും എന്ന രീതിയിലാണ്. അതായത് മാ എന്നെ കാണാത്തോണ്ട് അമ്മ വിഷമിക്കുന്നുണ്ടാവും, എന്നെ കാണാത്ത, ഇത്രയും ലേറ്റ് ആയി എന്നെ കാണാത്തത് കൊണ്ട് അമ്മ വിഷമിക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് മാ പരേശാൻ ഹോ രഹി ഹോഗി, അമ്മ വിഷമിക്കുന്നുണ്ടാകും. കേട്ടോ മനീഷ്, ചായ और बिस्किट तो ले लो, എന്താണ് ചായ, എനിക്ക് വെയിറ്റ് ചെയ്യൂ മനീഷ്, വെയിറ്റ് ചെയ്യൂ മനീഷ്, ചായയും ബിസ്ക്കറ്റും എടുക്കൂ, വെയിറ്റ് ചെയ്യൂ മനീഷ്. വേട്ടോ എന്ന് വെച്ചാൽ ഇരിക്കൂ മനീഷ്, ഇരുന്ന് ചായയും ബിസ്ക്കറ്റും കഴിക്കൂ എന്നാണ് പറയുന്നത്. സുബേസ് തുമ്പി തോ പരേശാൻ ഹോ രഹേ ഹോ, രാവിലെ തൊട്ട് നീയും വിഷമിക്കുന്നുണ്ടല്ലോ, രാവിലെ തൊട്ട് ഇതെല്ലാം കഴിഞ്ഞ തൊട്ട് നീയും വിഷമിക്കുന്നുണ്ടല്ലോ. സുബേസ് തുമ്പി പരേശാൻ, പരേശാൻ മീൻസ് വിഷമിക്കുക, വിഷമിക്കുന്നുണ്ടല്ലോ. ഗിന്നിക്ക് പാപ്പാനെ കഹ, അത് ഗിന്നിയുടെ അച്ഛൻ പറഞ്ഞു. ലഗ്താ ഹെ ആന്റീനെ ഡാഡ് ദിയ, എനിക്ക് തോന്നുന്നു ആന്റി വഴക്ക് പറഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് അങ്കിൾ, എന്താണ് ഗിന്നിയുടെ ഫാദർ മനീഷിനോട് പറയാണ്. എന്താ മനീഷിനോട് പറഞ്ഞ, നീ ഇരിക്കും മനീഷ്, എന്താ ചായ ബിസ്ക്കറ്റും ഒക്കെ എടുക്കൂ അല്ലെ കഴിക്കൂ, എന്താണ് രാവിലെ തൊട്ട് നീയും എന്താണ് പരേശാൻ വിഷമിക്കുക അല്ലേ, എനിക്ക് തോന്നുന്ന ഗിന്നിയുടെ, അതായത് ആന്റി തന്നെ ചീത്ത പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ എന്താ വഴക്ക് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്ത് പറ്റിയെന്ന് അങ്കിൾ ചോദിക്കണം, അതായത് ഗിന്നിയുടെ ഫാദർ. ക്യാ കറൂ, ഗുസ്സ ആ ഗയ, മനീഷ് ക്യാ ബുറാ മാൻ ഗയ, गिन्नी की मम्मी ने मनीष के बोलो, तो गिन्नी के मम्मी ने मनीष के बालों को सहलाता हुआ कहा, എന്താ പറയുന്നത്, ചലോ കുച്ച് ഖാലോ, എന്താണ് മനീഷിന്റെ അമ്മ പറയാണ്, ശരി എനിക്കങ്ങ് ദേഷ്യം വന്നുപോയി, എന്ത് ചെയ്യാനാണ്, എനിക്കങ്ങ് ദേഷ്യം വന്നുപോയി. എന്താ മനീഷ് കൊബുര, നിനക്ക് സങ്കടം വന്നോ മനീഷ് എന്ന് ഗിന്നിയുടെ മമ്മി ചോദിക്കുകയാണ്. എങ്ങനെയാ ചോദിക്കുന്നത്, സെഹലാത്ത, ഗിന്നിക്ക് മമ്മീനെ മനീഷ് ബാലോക്കോ മുടി ബാലോക്കോ സെഹലാത്ത ഹുവ എന്ന് വെച്ചാൽ ഇങ്ങനെ തടവിക്കൊണ്ട് ഇങ്ങനെ പറയാണ്, എന്ത് പറ്റി, നിനക്ക് സങ്കടം വന്നോ മനീഷ്, എനിക്ക് ദേഷ്യം വന്നു പോയതാണ്
ചലോ കുച്ച് ഖാലോ, എന്നാ കുഴപ്പമില്ല നീ കഴിച്ചോ, നീ കഴിക്ക്, എന്തെങ്കിലും ആദ്യം നീ എന്തെങ്കിലും കഴിക്ക്, സാരമില്ല പോട്ടെ. आंटी मैं रोज आकर गिन्नी को പാട് പൂര കർവാ ദൂങ്ക. എന്താണ്, ഞാൻ എന്നും വന്ന് എല്ലാ പാഠങ്ങളും കറക്റ്റ് ആയിട്ട് ഞാൻ ഗിന്നിക്ക് പറഞ്ഞു കൊടുത്തോളാം. അതാണ് ആന്റി മേ റോസ്, റോസ് എന്ന് വെച്ചാല് എന്നും, മേ റോസ് ആക്കർ വന്ന് ഗിന്നിക്കോ പാട് പൂര കർവാ ദൂങ്ക. എന്താണ്, എല്ലാ ദിവസവും ഞാൻ വന്ന് എല്ലാ പാഠങ്ങളും കറക്റ്റ് ആയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തോളാം, വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യിപ്പിച്ചോളാം. സാഥി ഗർക കാര്യഭി, എന്താണ്, വീട്ടിലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ചെയ്തു തരാം. മുझे മാഫ് കർ ദീജിയെ ആന്റി, എന്നോട് ക്ഷമിക്കണം ആന്റി, ഞാൻ തെറ്റും ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണം ആന്റി. മനീഷ് സിർ ഝുക്കാക്കർ ബോല, എന്താണ്, തല പിന്നെയും താഴ്ത്തിയിട്ട് ആന്റിയോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ആന്റി എന്ന് പറയാണ്. पिताजी ने गिन्नी और मनीष को समझाते हुए कहा. पिताजी मीन्स फादर, फादर ने മനീഷിനെ മനീഷിനെ ഗിന്നിയെ സംജാത്ത ഹുവാന്ന് വെച്ചാല് മനസ്സിലാക്കി കൊടുത്തു. പിതാജി ഗിന്നിയുടെ അച്ഛൻ ഗിന്നിക്കും മനീഷിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. എന്താ മനസ്സിലാക്കി കൊടുത്തത്? ഗൽത്തി കെ ലിയെ പശ്താവ ഹി ചാഹി, എന്താണ്, നീ തെറ്റ് ചെയ്തത് കൊണ്ട് എന്താണ്, നീ പശ്ചാത്താപിക്കണം, നീ ചെയ്ത തെറ്റ് നീ തിരിച്ചറിയണം, അത് നല്ല കാര്യമാണ്. എന്താണ്, നീ ചെയ്ത തെറ്റ് നീ തിരിച്ചറിയണം. അത് ഗൽത്തി കെ ലിയെ, തെറ്റ് ചെയ്തതിന് പശ്ചാന ഹി ചാഹി, എന്താണ്, തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്താപിക്കണം എന്നാ പറയുന്നത്. ചലോ പ്രതിജ്ഞ കറോ കി, ചലോ പ്രതിജ്ഞ, ചലോ സത്യം ചെയ്യൂ, പ്രതിജ്ഞ എടുക്കുക, പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ സത്യം ചെയ്യൂ. കറോ കി സടക് പർ അബ് കഭി നഹി ഭാഗേംഗെ, എന്താണ്, എന്താ പ്രതിജ്ഞ പറഞ്ഞത്? സടക് പർ ഹം കഭി നഹി ഭാഗേംഗെ. സടക് പർ, നീ സത്യം ചെയ്യണം. എന്താ സത്യം ചെയ്യേണ്ടത്? സടക് പർ, അതായത് റോഡിൽ കൂടെ നിങ്ങൾ ഒരിക്കലും ഇനി ഓടില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം, പ്രതിജ്ഞ എടുത്തേ പറ്റുള്ളൂ. മനീഷ് ഓർ ഗിന്നിനെ പ്രതിജ്ഞാക്കി, എന്താണ്, അന്നേരം എന്താണ്, മനീഷും ഗിന്നിയും കൂടെ ചേർന്നിട്ട് സത്യം ചെയ്തു എന്നാണ് പറയുന്നത്. This was your chapter. How was it? Did you understand the chapter? What is the moral of the story? What is the moral of the story? What is the moral of the story? എന്താ, റോട്ടിൽ കൂടെ നമ്മള് ഓടി നടന്ന് ചാടി കളിച്ചൊന്നും നടക്കാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിന് ഒരു ആപത്ത് വരുമ്പോൾ, ഫ്രണ്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്, ഗുഡ്. അപ്പൊ നമുക്കിനി എക്സസൈസസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അടുത്ത ഒരു ക്ലാസ്സും കൂടെ ഉണ്ടല്ലോ, ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം. ഓക്കെ ഓക്കെ വാട്ട് യു ഹാവ് ടു ഡു നൗ. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? ഇത് ഈ അവർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? മലയാളം ക്ലാസ് ഉണ്ടോ? ഇല്ല, ക്ലാസ് ഇല്ല. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, അതായത് 12:15 ക്ലാസ് വരുമ്പോ നമ്മൾ ഈ എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. ഓക്കെ ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ എക്സസൈസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ then. Shall we wind up the class? Okay, bye.